ഹലോ മക്കളെ, നമസ്കാരം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എക്സാമിന് വരുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിന്റെ ഉത്തരവുമാണ്. മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പയർ ദ ലേബർ ഇന്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്തൊക്കെയാണ് ഈ പറയുന്ന ലേബർ ഇന്റൻസീവ് ടെക്നിക്കും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കും ഒന്ന് താരതമ്യം ചെയ്യാനാണ്. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും ഒന്ന് താരതമ്യം ചെയ്യാനാണ്. മക്കളെ, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അതിനകത്ത് കൂടുതൽ ലേബേഴ്സിനെയാണ് ഉപയോഗിക്കുക. ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നോക്ക്, ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസിങ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും കൊണ്ട് ഉൽപ്പാദനം നടത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അതെന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ നോക്ക്, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ ആണ് പ്രധാനമായിട്ട് അവിടെ കാണുന്നത്. മക്കളെ, നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ച്, അതായത് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയുമാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇത് തമ്മിൽ ജസ്റ്റ് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിക്കാം. ആ പോയിന്റ്സുകൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള പോയിന്റ്സ് പഠിച്ചാൽ മതി. കാരണം ആ പോയിന്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറത്ത് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയോട്ടോ, ഇവിടെ മോർ ലേബേഴ്സ് ആണ് തൊഴിൽ തീവ്രത്തിൽ വരുന്നത്. അത് മോർ ലേബേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അത് ലെസ് ലേബേഴ്സ് ആണ്. ഇനി നോക്കിയോ, ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മോർ ക്യാപിറ്റൽ ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ മോർ ടൈം, കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയാണ് ലെസ് ടൈം ആയിരിക്കും എന്ത് ചെയ്യുക വരിക. അതേപോലെ തന്നെ ഇവിടെ ലിമിറ്റഡ് ടെക്നോളജി ആണെങ്കിൽ ഇവിടെ മോർ ടെക്നോളജി ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇത്തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം പഠിക്കേണ്ട, ഈ ഒരു സൈഡ് മാത്രം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ അതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കി എന്ത് എഴുതാം. സോ ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ തന്നെ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വേണ്ട പോയിന്റ് വൈസ് ആയിട്ട് തരുന്നുണ്ട്. അത് എവിടെയാണെന്നറിയോ? അത് സൈലത്തിന്റെ യോധ ബാച്ചിലാണ്. സോ യോധ ബാച്ചിനകത്ത് എല്ലാത്തിനും ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.